ഹായ് ഗൈസ്, ദീപു പ്രദീപ് തിരക്കഥ എഴുതി വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ, നിഖില വിമൽ, അനശ്വര രാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗുരുവായൂർ അമ്പല നടയിലെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോവാം. വായോ سيدي أنا سأتزوج. أوه جيد جدا، أتمنى لك كل السعادة. في كيرلا. أين في كيرلا؟ معبد غوريوايور. سيكون الاحتفال هناك. أيوة غوريوايور أمبلا നടയിൽ. وين؟ ഗുരുവായൂർ അമ്പല നടയിൽ. Correct sir. നിന്റെ ചേട്ടനുണ്ടല്ലോ കുറച്ച് ഓവറാ. കുറച്ചല്ല കുറച്ചധികം. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സാധു ചെക്കനെ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായ ഒരു ജീവിതമായിരിക്കും. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ഞാൻ ജോർജ്, MBBS MD in psychiatry. I am മായൻകുട്ടി വി. ഹലോ. മലയ്ക്ക് പോവാ മാലിട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോകുമ്പോ പുലി പിടിക്കും. പിന്നെ എന്തെങ്കിലും പുലി പിടിക്കും. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. അഴിക്കരുതിന്റെ മട്ട. അമ്മ, അഞ്ജലി, അച്ഛ, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ഇതൊരു സൈക്കാട്രിക് പ്രശ്നം എന്നാ ആനന്ദം പറഞ്ഞത്. നമ്മൾ മാത്രമല്ല കല്യാണം മുടക്കാവുള്ളൂ, തമിഴനും തെലുങ്കനും എല്ലാവരും ഉണ്ട്. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. 16 മെയ് ബേസിലാണ് പടത്തിൽ പ്രധാന കല്യാണ പെയറായിട്ട് എത്തുന്നത്. അനശ്വരയും ബേസിലാണെന്ന് തോന്നുന്നു പെയറ്. രാജുവേട്ടൻ അനശ്വരയുടെ സഹോദരനായിട്ടാണ് വരുന്നത് തോന്നുന്നത്. അതുപോലെ തന്നെ രാജുവേട്ടന്റെ വൈഫായിട്ടാണ് നിഖില വിമൽ വരുന്നത് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് സംഭവം സ്ട്രക്ചർ തോന്നുന്നത്. ടീസർ കാണുമ്പോൾ ഇത്രയൊന്നും വ്യക്തത ഒന്നുമില്ല, ട്രെയിലർ കുറച്ചുകൂടെ ക്ലിയർ ആണ്. അപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഒരു കല്യാണം നടക്കുന്ന കാര്യങ്ങളും ആനന്ദം എന്നുള്ള ക്യാരക്ടറായിട്ട് രാജുവേട്ടൻ കുറച്ചൊരു ഓവറാക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് തോന്നുന്നു. രസമുണ്ട് എന്തായാലും. ബേസിൽ രാജുവേട്ടൻ കോംബോ അതെങ്ങനെയായിട്ട് കാണാൻ രസമുണ്ട്. എങ്ങനെയായിരിക്കും ഇവർ തമ്മിൽ വർക്കൗട്ട് ആവുകയെന്ന് അറിയണം. രസമുണ്ട്. ബേസിൽ ധ്യാന്, അതുപോലെ തന്നെ ബേസിലും അർജുന അശോകനും മറ്റേ ജാനേമനിലൊക്കെ കണ്ടു. അപ്പൊ ഈ ബേസിൽ കോംബോ വന്ന് എങ്ങനെയുണ്ട് കാണാൻ രസമുണ്ട്. അത് രാജുവേട്ടന്റെ കൂടെ കാരണം 2 ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഇവർ രണ്ടുപേരും തോന്നാറ്. 2 സ്വഭാവക്കാരായിട്ടാണ് തോന്നാറ്. അപ്പൊ ഇവരെ കോംബോ വരുമ്പോൾ എങ്ങനെയുണ്ട് കാണാനുള്ള ഒരു ആവേശമുണ്ട്. ബേസിലും നമുക്കറിയാം ഒരു വൈബുള്ള ഒരു ഓളുള്ള നടനാണ്. ബേസിൽ സ്ക്രീനിൽ വന്നാൽ തന്നെ എല്ലാവരും ചിരി പടരും. അങ്ങനത്തെ ഒരു നടനാണ് ബേസില്. നല്ലൊരു ഈസി അഭിനയമാണ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും ബേസിലിനെ സ്ക്രീനിൽ കാണും. സത്യമാണ്. ജയന് ശേഷം കാണുന്നതാണ്. അല്ല, വർഷങ്ങൾക്ക് ശേഷത്തിൽ കണ്ടു. അടിപൊളിയായിട്ടുണ്ടായത്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പടം കണ്ടാ അറിയാം. ബേസിൽ വന്നപ്പോഴാണ് നമ്മളെ മുഖത്തൊരു ചിരി പടർന്നത്. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടാക്കുന്ന നടനാണ്. അതുപോലെ രാജുവേട്ടൻ ആടുജീവിതത്തിന് ശേഷം ചെയ്യുന്ന പടമാണ്. കുറെ നാളായി രാജുവേട്ടന്റെ ഒരു കോമഡി കൊമേഴ്ഷ്യൽ പടം കണ്ടിട്ട്. ആടുജീവിതം ഭയങ്കര സീരിയസ് ആയ പടമായി പോയി. അതിന് മുന്നേ ഞങ്ങൾക്ക് ബ്രോഡ് ആഡ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ അതിന് മുന്നേ തെലുങ്കിൽ പോയിട്ട് സലാർ എന്നുള്ള പടം ചെയ്ത് അത് ഹിറ്റായി. പുള്ളിക്കാരൻ തന്നെയാണ് പേര് കിട്ടിയത്. പക്ഷെ നമ്മളൊരു കൊമേഴ്ഷ്യൽ പടം കാണാൻ വെയിറ്റിംഗ് ആണ്. പഴയ ചോക്ലേറ്റിന്റെ പടത്തിൽ ഉള്ള രാജുവേട്ടൻ. അതുപോലെ പിന്നെ സ്വപ്നക്കൂട് എന്നുള്ള പടത്തിലൊക്കെ കാണുന്ന ഒരു വൈബിലാണ് പുള്ളിക്കാരൻ ഇതിൽ അഭിനയിക്കുന്നത് തോന്നുന്നു. കുറച്ച് ഓവറാക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ട്രെയിലർ കാണുമ്പോൾ നല്ല കോമഡി ക്യാരക്ടറാണ് രാജുവേട്ടന് കിട്ടിയത് തോന്നുന്നു. കണ്ടു നോക്കാം. രാജുവേട്ടൻ്റെ ഈ ഒരു റോളിൽ കാണാൻ കുറച്ച് വെയിറ്റിംഗ് ആണ്. അതുപോലെ അനശ്വര രാജനുണ്ട്. പുള്ളിക്കാരി ബേസിലെ പെയറായിട്ടാണ് തോന്നുന്നു വരുന്നത്. നിഖില വിമലുണ്ട്. പുള്ളിക്കാരിക്ക് കോമഡി നന്നായി വഴങ്ങുന്ന ഒരു നടിയാണ്. എന്തായാലും കോമഡി ആ പടത്തിന്റെ ഒരു കാമ്പ് തോന്നുന്നു. അനന്തേട്ടൊന്നുമില്ല. അതായത് രാജുവേട്ടന്റെ ക്യാരക്ടർ വെച്ച് ഓവറാക്കി ബേസിൽ കല്യാണത്തിൽ പിന്തിരിയുന്ന രീതിയിൽ. അതിനുശേഷം രാജുവേട്ടൻ തന്നെ എങ്ങനെ പിടിച്ച് കെട്ടിക്കുന്ന പോലെയൊക്കെയാണ് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഫിലിം. ഇതിന്റെ തിരക്കഥാകൃത്ത് പറയുന്നത് കുഞ്ഞിരാമായണം ചെയ്ത് ഹിറ്റാക്കിയാണ്. അപ്പൊ കുഞ്ഞിരാമായണത്തിന്റെ കോമഡി ലെവൽ, സ്ക്രിപ്റ്റ് ലെവൽ വെച്ചിട്ടാണ് ഇത് പ്രതീക്ഷിക്കാവുന്നെങ്കിൽ വമ്പ ഹിറ്റാവും. പറയാനില്ല. തിയേറ്റർ ഫൺ ബ്ലാസ്റ്റ് ചെയ്യും. ആ ലെവലിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എങ്കിൽ ഒന്നും പറയാനില്ല. അടിപൊളിയായിരിക്കും. പത്മിനിയൊക്കെ എഴുതിയ ആളാണ് ഇതിന്റെ തിരക്കഥാകൃത്ത്.
അതുപോലെ തന്നെ ഈ സംവിധായകൻ ജയഹേന്ദ്രയിലെ ഹിറ്റ് പടത്തിന്റെ സംവിധായകനാണ്. അതിന് മുന്നേ മുദ്ദുകവെന്നും മറ്റു കുറെ പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഹിറ്റായിട്ടില്ല. മുദ്ദുകവൊക്കെ സുരേഷ് ഏട്ടന്റെ മോൻ ഗോകുൽ സുരേഷ് അഭിനയിച്ച പടമാണ്. അതൊക്കെ നല്ല കോമഡി ഉള്ള പടമാണ്. എന്തായാലും രാജുവേട്ടൻ ബേസിൽ കോമ്പോയിൽ ഇത് ഏത് വൈബാന്ന്, ഏത് ലെവൽ വൈബാന്ന് ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലറെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ ബിഗ് ബോസ് വിഷയം നെക്സ്റ്റ് ടൈം ആണോ അതുവരെ ബൈ ബൈ.